ദുരിതത്തിന്റെ മാറാപ്പുമായി പിച്ചവെച്ചു തുടങ്ങിയ ബാല്യം, കയ്പുനീരിന്റെ കൗമാരവും താണ്ടി പട്ടിണിയുടെ രാഷ്ട്രീയ ആലയിൽ യൗവനമെത്തും മുമ്പേ മിനുക്കിയെടുത്ത അരിവാളുമായി പടവെട്ടി മുന്നേറി ഒടുവിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും രാജ്യത്തെ തന്നെ തലപ്പൊക്കമുള്ള നേതാവുമായി മാറിയ ആ ഒരു നൂറ്റാണ്ടിനെ എങ്ങനെയാണ് വിവരിച്ചു തീർക്കാനാകുക? ായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാലിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നഷ്ടമായപ്പോൾ 7ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച് ജ്യേഷ്ഠന്റെ തയ്യൽക്കടയിൽ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ജീവിതയാതനകൾ അറിഞ്ഞു തുടങ്ങിയെന്ന് ആത്മകഥയിൽ അടയാളപ്പെടുത്തുന്നു. ആസ്പിൻവാൾ കയർ ഫാക്ടറിയിലെ ജോലിക്കിടയിൽ പി കൃഷ്ണപിള്ളയുമായുള്ള കൂടിക്കാഴ്ച VS എന്ന കാലം കാത്തുവെച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പരുവപ്പെടുത്തി. പിന്നെ അങ്ങോട്ട് കണ്ടത് തൊഴിലാളി പ്രസ്ഥാനങ്ങളെ പടുത്തുയർത്തിയ നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിന്റെ നിത്യയൗവനം. നെറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്, കഴലകലൻ കരളുകൊടുത്തേ വെയിലിൻ പൊള്ളി. പ്രക്ഷോഭ ചരിത്രങ്ങളുടെ എക്കാലത്തെയും വലിയ ഏടായ പുന്നപ്രവയലാർ സമരത്തിന്റെ നായകൻ, ജയിലിൽ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങി മരിച്ചുവെന്ന് കരുതി പോലീസുകാർ ഉപേക്ഷിച്ച് ഒടുവിൽ ജീവന്റെ തുടിപ്പുമായി തിരികെ വന്ന 2ാം ജന്മം. കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലൂടെ, പട്ടയ സമരങ്ങളിലൂടെ എവിടെയും പോരാടുന്നവരുടെ പ്രതീക്ഷയും പ്രതീകവുമായി നിന്നു. വർഗസമരങ്ങൾ കേരളം കണ്ട എക്കാലത്തെയും വലിയ ജനമുന്നേറ്റങ്ങളായി മാറി. ഇരകളാകപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനും നീതിക്കും വേണ്ടി സമരഭൂമിയിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന മറ്റൊരു നേതാവിനെ ഇന്നോളം കേരളം കണ്ടിട്ടില്ല. അഴിമതിക്കെതിരായി നിയമവേദികളിൽ നിന്നുള്ള തുറന്ന പോരാട്ടം ശത്രുക്കളെ പാർട്ടിക്കകത്തും പുറത്തും കൂടെ കൂട്ടി. കെ കരുണാകരൻ, ആർ ബാലകൃഷ്ണപിള്ള, PK കുഞ്ഞാലിക്കുട്ടി, എന്തിനേറെ സാക്ഷാൽ പിണറായി വിജയന് പോലും അതിന്റെ പൊള്ളലേറ്റു. പ്രകൃതി ചൂഷണത്തെയും വികസനത്തെയും മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ സമീപിച്ചു. 78ാം വയസ്സിൽ മതികെട്ടാൻ മല നടന്നു കയറുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ജനനായകനായ പ്രതിപക്ഷ നേതാവിന്റെ പടവുകൾ കൂടി കയറുകയായിരുന്നു. കൂടെ മല കയറിയ ചെറുപ്പക്കാർ കിതച്ചപ്പോൾ ക്ഷീണമറിയാതെ മുന്നേറിയ പോരാളിയുടെ ഊർജം കേരളം തൊട്ടറിഞ്ഞു. 83ാം വയസ്സിൽ മുഖ്യമന്ത്രി പദം. VS അച്യുതാനന്ദൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ കയ്യേറ്റത്തിനെതിരെ വാളോങ്ങി മുന്നിൽ നിന്ന് നയിച്ച മൂന്നാർ ദൗത്യം രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ അകാല ചരമം പ്രാപിച്ചപ്പോഴും മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന ആ പ്രതിബദ്ധത അവസാനം വരെയും ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരുന്നു. പ്രളയത്തിലും ഉരുൾപൊട്ടലിലും കേരളം ആടിയുലയുമ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് VS മുന്നോട്ട് വെച്ച പരിസ്ഥിതി രാഷ്ട്രീയം കൂടിയാണ്. ഇടിച്ചു നിരത്തപ്പെട്ട കുന്നുകളും കുടിയിറക്കപ്പെട്ട മനുഷ്യരും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയും ഇന്നും കാത്തിരിക്കുന്നത് ഇതുപോലെയൊരു നേതാവിനെയാണ്. തുടർഭരണവും ക്യാപ്റ്റനും കപ്പിത്താനുമൊക്കെയായി മുന്നേറുന്ന പ്രസ്ഥാനത്തിന് ആ ശൂന്യത നികത്താനാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തു നിൽക്കുന്നില്ല. പക്ഷെ ഒന്നോർക്കുക, മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടി പോരാടിയ VS അണഞ്ഞുപോകാത്ത പോരാട്ടത്തിന്റെ തീയോർമ്മയായി കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കും വിപ്ലവം ഉള്ളിടത്തോളം കാലം. തലവരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലവരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.